നമ്മൾ പാഞ്ചരാത്രത്തെ പറ്റിയിട്ടാണ് ഇനി വളരെ വിശദമായിട്ട് കേൾക്കാൻ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പാഞ്ചരാത്ര സമ്പ്രദായം പഞ്ചരാത്രം എന്നും പറയും, 5 രാത്രികൾ എന്നർത്ഥത്തിൽ. പക്ഷേ പൊതുവായിട്ട് പാഞ്ചരാത്രം എന്നാണ് നമ്മൾ പറയുമ്പോൾ പറയാറ്. പക്ഷേ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പഞ്ചരാത്രങ്ങൾ, പഞ്ചരാത്രാഹ എന്നൊക്കെയാണ് കാണാറ്. ഈ പാഞ്ചരാത്രികരെ നമ്മൾ കണ്ടു, ശുദ്ധ തന്ത്ര സമ്പ്രദായത്തിൽ വൈഷ്ണു സാധന ചെയ്യുന്നവരാണ് പാഞ്ചരാത്രികർ എന്നുള്ളത്. പിന്നീട് അത് കാലക്രമേണ പരിണമിച്ച് ഇന്ന് അതിൻ്റെ ശുദ്ധ താന്ത്രികത കുറേയൊക്കെ ഇല്ലാതായി വൈദിക ആചാരത്തോടു കൂടിയിട്ടാണ് ആചരിക്കപ്പെടുന്നത് ഇന്ന്. പക്ഷേ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പലപ്പോഴും ഇതിൻ്റെ താന്ത്രിക ആസ്പെക്റ്റിനെയാണ് കൂടുതൽ എടുത്തു കാണിച്ചിട്ടുള്ളത്. ഈ പാഞ്ചരാത്രികർക്ക് സാത്വതന്മാർ, അതുപോലെ ഭാഗവതന്മാർ എന്ന് പറയാറുണ്ട്, സാത്വതന്മാർ എന്ന് പറയാറുണ്ട്, ഐകാന്തികർ എന്നും പറയാറുണ്ട്. അതായത് ഭാഗവതന്മാർ എന്ന് പൊതുവെ വൈഷ്ണവരെ എല്ലാവരെയും പറയാറുണ്ട്. ഭഗവാനെ സംബന്ധിച്ചതാണ് ഭാഗവതം. ആ ഭാഗവതത്തെ ഉപാസിക്കുന്ന ആളുകൾ, അതായത് ഭഗവാനെ സംബന്ധിച്ച ശാസ്ത്രങ്ങളെ ഉപാസിക്കുന്ന ആളുകളെയാണ് ഭാഗവതന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ പല ഗ്രന്ഥങ്ങളിലും ഭാഗവതന്മാർ എന്നാണ് പാഞ്ചരാത്രികരെ വ്യവഹരിച്ച് കാണാറ്. ഉദാഹരണത്തിന് ശ്രീ ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്രത്തിൽ അദ്ദേഹം വിമർശിക്കുന്നത് ഈ താന്ത്രിക വൈഷ്ണവരെയാണ്, പ്രത്യേകിച്ച് ഈ പറയുന്ന പാഞ്ചരാത്രികരെ. അതിൽ ഉൽപ്പത്യദർശന പ്രകരണം എന്ന് പറയുന്ന ഒരു പ്രകരണത്തിൽ, അപ്പോൾ അതിലെ സൂത്രങ്ങളുടെ ഭാഷ്യങ്ങളിലൂടെ അദ്ദേഹം വിമർശിക്കുന്നത് ഈ പാഞ്ചരാത്രികരെയാണ്, പാഞ്ചരാത്ര സിദ്ധാന്തത്തെ ആണ്. അതിൽ ഭാഗവതന്മാർ എന്നാണ് പാഞ്ചരാത്രികരെ സംബോധന ചെയ്തിട്ടുള്ളത്. ഏവം ഭാഗവതാഹ എന്നാണ് പാഞ്ചരാത്രികരെ സംബോധന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏകാന്തികർ, വൈഷ്ണവർ, പാഞ്ചരാത്രികർ, ഭാഗവതർ, സാത്വതർ എന്നീ പദങ്ങളെ കൊണ്ടാണ്, എന്നീ വ്യവഹാരങ്ങളെ കൊണ്ടാണ് ഇവരെ പറയാറ്, ഈ പാഞ്ചരാത്ര ഉപാസകരെ പറയാറ്. ഇനി പാഞ്ചരാത്രം എന്ന് പറയുന്നത്, അഥവാ പഞ്ചരാത്രം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്, ഒരുപാട് നിർവചനങ്ങൾ പല ശാസ്ത്രങ്ങളിലായിട്ട്, പല ഗ്രന്ഥങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് എടുത്തു നോക്കാം. 5 വിഷയങ്ങളെക്കുറിച്ചുള്ളതാണ് പ്രധാനമായിട്ടും പഞ്ചരാത്രം എന്നുള്ളത്. പഞ്ച എന്ന് പറഞ്ഞാൽ 5 എന്നുള്ളതാണ് അർത്ഥം. അത് പ്രധാനമായും നമ്മൾ കണ്ടു മഹാഭാരതത്തിലാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. മഹാഭാരതമാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഈ പാഞ്ചരാത്ര ഫിലോസഫി, വൈഷ്ണവ ഫിലോസഫിയുടെ ഉത്ഭവം നാരായണീയ പർവ്വത്തിലാണ്. നാരായണീയം എന്ന് പറയുന്ന മോക്ഷധർമ്മ പർവ്വത്തിലെ, മോക്ഷാനുശാസന പർവ്വത്തിലെ നാരായണീയത്തിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ആദിമ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയാം. അത് അവിടെ ഫിലോസഫി പറയുമ്പോൾ, അതായത് താത്വികമായിട്ട് വൈഷ്ണവ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് അത് സാഖ്യതത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് പറയുന്നത്. ഒരു ചെറിയ ഭേദമുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇനി പോകെ വളരെ വിശദമായിട്ട് തന്നെ കേൾക്കാം. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന സംഖ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പാഞ്ചരാത്രത്തിൻ്റെ നിർവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഈ നാരായണീയ പർവ്വത്തിൽ തന്നെ 5 തരത്തിലുള്ള ജ്ഞാനമുള്ളവരെയാണ് പാഞ്ചരാത്രികർ എന്ന് പറയുക എന്ന് ഒരു ഡെഫിനേഷൻ. ഈ രാത്രി എന്നുള്ള വാക്കിന് ജ്ഞാനം എന്നൊരർത്ഥം ഉണ്ട്. ആ ജ്ഞാനം, അങ്ങനെ ആ അർത്ഥത്തിൽ 5 രീതിയിൽ ഉള്ള ജ്ഞാനങ്ങളെ കുറിക്കുന്നതാണ് പഞ്ചരാത്രം. അതേതൊക്കെയാണ്? ആധ്യാത്മിക ജ്ഞാനം, ഭക്തിജ്ഞാനം, മുക്തിജ്ഞാനം, യോഗജ്ഞാനം, വിഷയജ്ഞാനം. ഇങ്ങനെ 5 തരത്തിലുള്ള ജ്ഞാനമുള്ളവരാണ് പഞ്ചരാത്രികർ. പഞ്ചം എന്ന് പറഞ്ഞാൽ പഞ്ച, അല്ലെങ്കിൽ പഞ്ചം എന്ന് പറഞ്ഞാൽ 5, രാത്രി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അങ്ങനെ ഒരർത്ഥത്തിൽ അങ്ങനെ പറയാം. ഇനി വേറെ ഒരു
രീതിയിൽ പറഞ്ഞാൽ വൈഷ്ണവർക്ക് പൊതുവേ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തപം, പുണ്ഡ്രം, നാമം, മന്ത്രം, യാഗം, ഇങ്ങനെ 5 എണ്ണം. ഈ 5 എണ്ണത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് പഞ്ചരാത്രം എന്ന് വേറൊരു നിർവചനം. ഇനി വേറൊരു നിർവചനം എന്താണെന്ന് വെച്ചാൽ, രാത്രി എന്നുള്ള വാക്കിന് ഒരു ദിവസം എന്നൊരർത്ഥമുണ്ട്. അതായത് ദിനവും രാത്രിയും, രാവിലെയും പകലും ചേർന്നതിനെ രാത്രി. രാത്രി എന്ന് നമ്മൾ സാധാരണ രാത്രി എന്ന് പറയുന്നത് രാത്രി സമയത്തെയാണ്, രാത്രിയുള്ള 12 മണിക്കൂർ. അതല്ലാതെ പകലും കൂടെ ചേർത്ത് രാത്രി, ദിനരാത്രങ്ങളെയും രാത്രി എന്ന് പറയും എന്നൊരു നിർവചനമുണ്ട്. അത് പ്രകാരം പരമ്പൊരുളായിട്ടുള്ള നാരായണൻ 5 മഹർഷിമാർക്ക് 5 രാത്രികളിലായിട്ട് അല്ലെങ്കിൽ 5 ദിവസങ്ങളിലായിട്ട് ഇത് ഉപദേശിച്ചു, ഈ വിദ്യയെ ഉപദേശിച്ചു. ആ വിദ്യയുടെ പേരാണ് പഞ്ചരാത്രം എന്ന് പറയുന്നത്. അത് നാരായണൻ, ശാണ്ഡില്യൻ, ഔപഗായനൻ, മൗഞ്ചായനൻ, കൗശികൻ, ഭാരദ്വാജൻ, ഇങ്ങനെ 5 മഹർഷിമാർക്ക് 5 ദിനരാത്രങ്ങളിലായിട്ട് ഉപദേശിച്ചു കൊടുത്ത വിദ്യയാണ് പാഞ്ചരാത്രം എന്നുള്ളത് വേറൊരു നിർവചനം. ഇനി അതിനും ഇനിയും നിർവചനമുള്ളത്, ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് പാഞ്ചരാത്രത്തിൽ 5 വിഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 തരംതിരിച്ചിട്ടുണ്ട്. സാക്ഷാൽ നാരായണനെ അല്ലെങ്കിൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള വിഷ്ണുവിനെ 5 തിരിച്ചിട്ടുണ്ട്. പരം, വ്യൂഹം, വിഭവം, അർച്ച, അന്തര്യാമി, ഇങ്ങനെ 5 തിരിച്ചിട്ടുണ്ട്. ഈ 5 വസ്തുതകളെ പറ്റിയിട്ടുള്ള, ഈ 5 ഭേദങ്ങളെ പറ്റിയിട്ടുള്ള ജ്ഞാനം, അതാണ് പഞ്ചരാത്രം എന്നുള്ളത് വേറൊരു ഡെഫിനേഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു 5 മഹർഷിമാർക്ക് ഇത് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന പോലെ 5 ദേവതകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ഭഗവാൻ കേശവൻ 5 രാത്രികളിലൂടെയായിട്ട് 5 ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അനന്തൻ, ഗുരു ബൃഹസ്പതി, വിശ്വക്സേനൻ, ബ്രഹ്മാവ്, ശിവൻ. ഈ 5 ദേവതകൾക്ക് 5 ദിവസങ്ങളിലായിട്ട് 5 രാത്രികളിലായിട്ട് പറഞ്ഞു കൊടുത്തു. ആ വിദ്യയാണ് പഞ്ചരാത്രം എന്ന് വിഹഗേന്ദ്ര സംഹിതയിൽ പറയുന്നുണ്ട്. ഇനി വേറൊരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാരങ്ങളിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട 5 വസ്തുതകളുണ്ട്. അതേതാണെന്ന് വെച്ചാൽ, അഭിഗമനം, ഉപാദാനം, ഇജ്യ, സ്വാധ്യായം, യോഗം, ഇങ്ങനെ 5 പ്രക്രിയകൾ. ഈ 5 പ്രക്രിയകൾ ഒരു ദിവസത്തിൻ്റെ 5 കാലങ്ങളിലായിട്ട് ചെയ്യേണ്ടതാണ്. അഭിഗമനം, ഉപാദാനം, ഇജ്യ, സ്വാധ്യായ, യോഗങ്ങൾ ഒരു ദിവസത്തിൻ്റെ 5 കാലങ്ങളിലായിട്ട് മാറ്റിയിട്ട് 5 കാലങ്ങളിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇത് ഒരു വൈഷ്ണവൻ, വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു സാധകൻ ഈ 5 കാലങ്ങളിലെയും ധർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്നാണ് വിധി. ഈ 5 കാലങ്ങളെ സംബന്ധിച്ചത് എന്നും പഞ്ചരാത്രം എന്നുള്ള വാക്കിനർത്ഥമുണ്ട്. ഈ 5 കാലങ്ങളുടെ ഈ അഭിഗമനാദി 5 പ്രക്രിയകൾ വളരെ വിശദീകരിച്ച് പറയുന്ന 2 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് പഞ്ചകാല ക്രിയാദീപം എന്ന് പറയുന്നതാണ്. അതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥം. 2 പാഞ്ചരാത്ര രക്ഷ എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥം. ഇങ്ങനെ 2 ഗ്രന്ഥങ്ങളിലാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. മറ്റുള്ള ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് വേറൊരു നിർവചനം. ഇനി ഇപ്പോൾ പറഞ്ഞ പാഞ്ചരാത്ര രക്ഷ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ വേറൊരു തരത്തിൽ ഇതിനെ പറയുന്നുണ്ട്. വേറെ കാലത്തിനെ പറ്റി പറയുന്നുണ്ട്. ഈ അഭിഗമനാദി പറഞ്ഞത് വേറെ 5 കാലങ്ങളായിട്ടാണ് ഒരു ദിവസത്തിനെ തിരിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്: സംഗമം, സമം, വിഷ്ണുപ്രിയം, ധർമ്മം, വിരാഗം, ഇങ്ങനെ 5 കാലങ്ങൾ. അതായത് ഈ 5 കാലങ്ങളെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ 5 കാലങ്ങളിൽ ആരാധിക്കപ്പെടുന്നതാണ് സാക്ഷാൽ വിഷ്ണു. ഈ 5 കാലങ്ങൾ വളരെ വിശദീകരിച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാലങ്ങളിൽ 5 വെവ്വേറെയുള്ള ദേവതകളെ ആരാധിക്കണം. അതിൽ ഏതൊക്കെ പൂക്കളെ കൊണ്ട് ആരാധിക്കണം എന്നുള്ളതെല്ലാം പാഞ്ചരാത്ര രക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 5 കാലങ്ങളെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം
അതിനെയും ഈ രാത്രം എന്നുള്ളതിന് ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്. ഈ 5 കാലങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനത്തിനെ പാഞ്ചരാത്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ആണ്, ഇത്രയുമാണ്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ടാവും. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും പാഞ്ചരാത്രം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന ഇത്രയും ഡെഫിനീഷൻസാണ് നമ്മൾ പൊതുവായിട്ട് കണക്കാക്കാറ്. ഇനി പാഞ്ചരാത്രത്തിൽ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വൈഷ്ണവ സംഹിതകൾ അനവധി നമ്മൾ വൈഖാനസത്തിൽ കണ്ടു. അതുപോലെ പാഞ്ചരാത്രത്തിലും അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ ത്രിരത്നങ്ങൾ എന്നാണ് പറയുക. 3 രത്നങ്ങൾ. അത് 3 സംഹിതകളാണ് പ്രധാനമായിട്ടും. 1 സാത്വത സംഹിത, 2 പൗഷ്കര സംഹിത, 3 ജയാ സംഹിത അല്ലെങ്കിൽ ജയാഖ്യ സംഹിത. ജയാഖ്യ എന്ന് പറഞ്ഞാൽ ജയ എന്ന പേരോട് കൂടിയ സംഹിത. അതിൽ ഏറ്റവും പഴക്കമുള്ളത് ഈ ജയാഖ്യ സംഹിതയാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ ജയാഖ്യ സംഹിതയുടെ ഒരു പ്രത്യേകതയും കൂടെ നമുക്കിവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ജയാഖ്യ സംഹിത ശൈവ ദർശനവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഹിതയാണ്. അതുകൊണ്ട് ശൈവർ ഇതിനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഈ ഗ്രന്ഥത്തിനെ കണ്ടിട്ടുള്ളത്. ഈ ജയാഖ്യ സംഹിത ആണ് ആഗമഗ്രന്ഥങ്ങളിൽ, തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥം. പ്രധാനമായി 2 ഗ്രന്ഥങ്ങളാണ് പറയുന്നത്. 1 നിശ്വാസാഗമം എന്ന് പറയുന്നത് ഏറ്റവും പഴയ എഴുതപ്പെട്ട റിട്ടൺ ടെക്സ്റ്റ്. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ടെക്സ്റ്റുകളിൽ 2 ടെക്സ്റ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. 1 നിശ്വാസാഗമം എന്ന് പറയുന്ന ശൈവഗ്രന്ഥം, 2 ഈ പറയുന്ന ജയാഖ്യ സംഹിത. ഈ ജയാഖ്യ സംഹിതയിൽ ശുദ്ധ താന്ത്രിക പ്രാക്ടീസുകൾ ഒരുപാട് കാണാം. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജയാഖ്യ സംഹിതയിലാണ് ഏറ്റവും പ്രാചീനനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ധ്യാനം പറയുന്നത്. ആ വിഷ്ണു വൈകുണ്ഠ വിഷ്ണു എന്നറിയപ്പെടുന്ന ഒരു ദേവതയാണ്. ഇന്ന് നമ്മൾ കണ്ട് ശീലിച്ച ഒരു രീതിയിലുള്ള രൂപമല്ല അവിടെ വൈകുണ്ഠ വിഷ്ണുവിൻ്റെ. ഈ വൈകുണ്ഠ വിഷ്ണു എന്ന് പറഞ്ഞാൽ, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠമൂർത്തി എന്നൊരു മൂർത്തിയുണ്ട്. ഈ വൈകുണ്ഠമൂർത്തിയെ, വൈകുണ്ഠ വിഷ്ണുവിനെ വൈകുണ്ഠ ചതുർമൂർത്തി എന്നും പറയാറുണ്ട്. ഇന്ന് അതിൻ്റെ ബിംബങ്ങളോ ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. പക്ഷേ എങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരിൽ അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് ചെറിയ രീതിയിലെങ്കിലും ഇത് പ്രശസ്തമാണ്. ഇതിനെ പറ്റിയിട്ട് അറിയുന്ന ആളുകളുണ്ട്. ഈ വൈകുണ്ഠ വിഷ്ണുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വിഷ്ണുവിന് 4 തലകളാണ്. ഒന്ന് വൈകുണ്ഠ വിഷ്ണുവിൻ്റെ മുഖം, 4 മുഖങ്ങളാണ്. ഒന്ന് വിഷ്ണുവിൻ്റെ സാധാരണ മുഖം, 2 നരസിംഹമാണ്, 3 വരാഹം, 4 കപിലൻ. ഇങ്ങനെ 4 വശത്തേക്കും 4 തലകളോട് കൂടിയിട്ടുള്ള വിഷ്ണുവാണ്. ധരിച്ചിരിക്കുന്നത് ശംഖചക്ര ഗദാപത്മങ്ങൾ തന്നെയാണ്. ഇതാണ് ഈ ഏറ്റവും പ്രാചീനമായിട്ടുള്ള വിഷ്ണുവിൻ്റെ ധ്യാനം. ഇത് പറഞ്ഞിരിക്കുന്നതാണ്, ഇത് പരാമർശിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ഇതാണ് ജയാഖ്യ സംഹിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധ്യ ദേവത. കാശ്മീര ദേശത്ത് നിലനിന്നിരുന്ന ഒരു ആരാധനയാണിത് എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ കാശ്മീര ശൈവ സമ്പ്രദായത്തെ പറ്റി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യം അറിയേണ്ടതാണ്. കാശ്മീര ശൈവ സമ്പ്രദായം അവിടെ പ്രശസ്തമാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പ്രശസ്തമാകുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും അവിടെ നിലനിന്നിരുന്ന ചിന്തകളിൽ വളരെ പ്രിവലൻ്റായിട്ട് നിലനിന്നിരുന്ന ചിന്തകളിലൊന്ന് പാഞ്ചരാത്രമാണ്. വൈഷ്ണവ ദർശനം വളരെ ശക്തമായിട്ട് അവിടെ കാശ്മീർ വാലിയിൽ നിലനിന്നിരുന്നു എന്നാണ് പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിൽ ഇന്ന് അവശേഷിച്ചിട്ടുള്ള വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ 2 പ്രധാനമായിട്ടും. ഒന്ന് ഉത്പല വൈഷ്ണവൻ്റെ സ്പന്ദപ്രദീപിക, 2 വാമനദത്തൻ്റെ സംവിത് പ്രകാശം. ഇങ്ങനെ 2 ഗ്രന്ഥങ്ങളാണ്
കാശ്മീരിലെ ഇന്ന് അവശേഷിക്കുന്ന 2 വൈഷ്ണവ ഗ്രന്ഥങ്ങൾ. ഇത് രണ്ടും പാഞ്ചരാത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ പല ഈ പ്രത്യേകിച്ച് ഉത്പല വൈഷ്ണവൻ്റെ ഈ സ്വന്ത പ്രദീപികയിൽ ജയാഖ്യ സംഹിതയിൽ നിന്നും മറ്റ് സാത്വത സംഹിതകളിൽ നിന്നൊക്കെ ഒരുപാട് കോട്ടുകൾ, ഉദ്ധാരങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അത്രയും പ്രാചീനമായിട്ടുള്ള ഒരു ആരാധനാ രീതിയാണ് വൈഷ്ണുവിൻ്റേത്. അത് ആ വൈകുണ്ഠ ചതുർമൂർത്തിയെ പരാമർശിച്ചിട്ടുള്ളതാണ് ജയാഖ്യ സംഹിത. ഇനി ഈ വൈകുണ്ഠ ചതുർമൂർത്തിക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അതിലെ കപിലൻ എന്ന് പറയുന്ന ദേവത അഗ്നിയാണ് എന്ന് ഒരു വാദമുണ്ട്, അഗ്നിദേവനാണെന്ന്. 2, അത് ശിവനാണ് എന്നൊരു വേറൊരു വാദമുണ്ട്. മീശയും താടിയും ഒക്കെ കൂടെ ചേർന്ന് ഒരു ചെറിയ രൗദ്രത്തോടു കൂടിയ ഒരു ദേവതയാണ് കപിലൻ എന്നുള്ളത്. അത് ശിവനാണെന്നും അത് അഗ്നിയാണെന്നും പലരും പറയുന്നുണ്ട്. അങ്ങനെ 4 തലയോട് കൂടിയിട്ടുള്ള ദേവതയാണ് ഈ ജയാഖ്യയിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ദേവത. അതിന് ഒരു പ്രത്യേക മന്ത്രമുണ്ട്, അതിന് ധ്യാനമുണ്ട്, അതിന് പൂജാരീതികളുണ്ട്. ഈ 4 ദേവതകൾക്കും 4 തലകൾക്കും വെവ്വേറെ ശക്തികളുണ്ട്, വെവ്വേറെ ആരാധനാ രീതികളും ഈ ഗ്രന്ഥത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. വളരെ രസകരമായൊരു വസ്തുത, ഈ ചതുർമൂർത്തി, വൈകുണ്ഠ ചതുർമൂർത്തിയെ ഇന്നും കേരളത്തിലെ വൈഷ്ണവ ക്ഷേത്ര പ്രതിഷ്ഠയിൽ ഈ ദേവതയെ ആവാഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്തോത്രാവാഹന എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് പ്രതിഷ്ഠയിൽ, വളരെ പ്രധാനപ്പെട്ടതാണത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്തോത്രാവാഹനയ്ക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വൈകുണ്ഠ ചതുർമൂർത്തിയാണ്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ഒരു ആരാധനാ സമ്പ്രദായമാണ് പാഞ്ചരാത്രം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളാണ് സാത്വതം, പൗഷ്കരം, ജയാഖ്യ. ഇത് ഏറ്റവും ഈ ത്രിരത്നങ്ങൾ ആയിട്ടുള്ള ഇതിൽ നിന്നും ഭേദം സംഭവിച്ചാണ് മറ്റുള്ള ഗ്രന്ഥങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രധാനമായിട്ടും ഈ 3 ഗ്രന്ഥങ്ങൾക്കും ഈ 3 സംഹിതകൾക്കും 3 ഉപസംഹിതകൾ വീതമുണ്ട്. ഇപ്പോൾ സാത്വത സംഹിതയുടെ ഉപസംഹിതയാണ് ഈശ്വര സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥം. പൗഷ്കര സംഹിതയുടെ ഉപസംഹിതയാണ് പരമേശ്വര സംഹിത. ജയാഖ്യ സംഹിതയുടെ ഉപസംഹിതയാണ് പത്മസംഹിത അഥവാ പാത്മസംഹിത. ഇതാണ് പ്രധാനമായിട്ടും ഉള്ള 3 പാഞ്ചരാത്ര ഗ്രന്ഥങ്ങൾ. ഇതുകൂടാതെ അനവധി ഗ്രന്ഥങ്ങൾ ഇനിയുമുണ്ട്. നമുക്കത് ഇനി വരുന്ന സമയങ്ങളിൽ വേണ്ട സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കുകയും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം.